പേവിഷബാധയേറ്റ് കുരുന്നുകൾ അങ്ങേയറ്റം വേദനാമരണങ്ങൾക്ക് കീഴടങ്ങുന്ന ഒരു കെട്ടകാലത്ത് ആ ഇടപെടൽ നടത്തിയ സുപ്രീം കോടതിക്ക് മനുഷ്യപക്ഷത്തിന്റെ അഭിവാദ്യങ്ങൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ആദ്യം ചർച്ചയിലേക്ക് പോകും മുമ്പ് ഈ സുപ്രീം കോടതി വിധിയോട് സുപ്രീം കോടതി കർശനമായ ഭാഷയിൽ തന്നെ കാര്യങ്ങൾ പറയുകയാണ്. ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഉദ്യോഗസ്ഥരടക്കം അതിന്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. സുപ്രീം കോടതി വിധി വായിച്ചാൽ ഒന്നല്ല പലയിടത്ത് കേരളത്തിൽ വയനാടും കണ്ണൂരും ഒക്കെ ഉണ്ടായ തെരുവുനായ ആക്രമണത്തിന്റെ കാര്യങ്ങൾ ഇൻഷുറൻസിന്റെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞാണ് സുപ്രീം കോടതി ഉത്തരവ് അല്പസമയം മുമ്പാണ് ഇറങ്ങിയത്. അതിനോട് മന്ത്രി എം പി രാജേഷിന്റെ പ്രതികരണം ഒന്ന് കാണാം. എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുക? ഇപ്പോൾ കേരളം നേരിടുന്നൊരു പ്രശ്നം വലിയ ജനസാന്ദ്രതയുള്ളൊരു സംസ്ഥാനമാണ്. ഇവിടെ നഗരഗ്രാമ വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ആളുകൾക്ക് താമസിക്കാൻ തന്നെ ഭൂമി കണ്ടെത്താൻ നമ്മൾ പ്രയാസപ്പെടുകയാണ്. അപ്പോഴെങ്ങനെയാണ് ഈ തെരുവ് നായ്ക്കളെക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയുക? ഏതോ വർഷത്തെ കണക്ക് പ്രകാരം ലക്ഷക്കണക്കിന് പട്ടികളാണ്. ഇപ്പോൾ അതിന്റെ ഇരട്ടിയോളമായി കാണണം. ഇതിനെയൊക്കെ പിടിച്ച് ഷെൽട്ടറിലാക്കൽ യഥാർത്ഥത്തിൽ നടപ്പുള്ള കാര്യമാണോ? മന്ത്രി എം പി രാജേഷ് പറയുന്നത് കാര്യമല്ലേ ശ്രീ ജോസ് മാവേലി? ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഒരു വലിയ ബിഗ് സല്യൂട്ടും അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് ഇന്ത്യയിലെ കോടിക്കണക്കിന് സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുടെ അഭിവാദ്യങ്ങളും അവരുടെ ആശംസകളും നേരുകയാണ്. ഇങ്ങനൊരു വിധിക്ക് വേണ്ടി ഇവിടെ ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എത്രയോ പാവപ്പെട്ട ജനങ്ങളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കീറി അവരുടെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ചർച്ചയിലിരിക്കുന്ന നമ്മുടെ ഒരു അമ്മച്ചി, നിയാമോളുടെ അമ്മച്ചി നമ്മുടെ ഇന്നിപ്പോൾ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ എത്ര മാലാ കൊച്ചുങ്ങളെയാണ് തെരുവ് പട്ടികൾ കടിച്ചു കീറിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് വാർത്തകൾ വരുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ വാർത്ത പോലുമില്ല. എന്തുമാത്രം പേരെയാണ് ഒരു ദിവസം 1000-ഓളം പേരെയാണ് തെരുവ് പട്ടികൾ കടിച്ചു കീറുന്നത് നമ്മുടെ ഇന്ത്യയിൽ. കേരളത്തിൽ നൂറുകണക്കിന് ആൾക്കാരായി. അത്രയ്ക്കും തെരുവ് പട്ടികൾ ഇവിടെ വിലസുകയാണ്. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷിൻ്റെയൊക്കെ ഈ പ്രസ്താവന കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് അല്പം പോലും ഒരു ഒരു മനസാക്ഷി കുറവ് പോലും സംസാരിക്കുന്നു. ഞങ്ങൾ എങ്ങനെയാണ് തെരുവ് പട്ടികൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കുന്നത്? നമുക്കൊരു സർവകക്ഷി യോഗം വിളിക്കുമോ? മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് കേരളത്തിലെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരും വിളിച്ച് മത നേതാക്കളെ എല്ലാവരും വിളിച്ചിട്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കൂ. ആ സർവകക്ഷി യോഗത്തിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അഭിപ്രായം പറയും. എന്താണ് അഭിപ്രായം? ഞങ്ങളുടെ അഭിപ്രായം ഷെൽട്ടറുകൾ തന്നെ വേണം ഇപ്പോഴത്തെ സുപ്രീം കോടതി നിയമം അനുസരിച്ച്. അതിന് നമുക്കിവിടെ വനം പ്രദേശമില്ലേ? വേണ്ട വനം പ്രദേശമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ഡോഗ് പാർക്കുകൾ, അതുപോലെ ഇവിടെയും ഡോഗ് പാർക്കുകൾ സൃഷ്ടിക്കാമല്ലോ. ഓരോ പഞ്ചായത്തുകൾക്കും ഇവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൈമാറണം. അല്ല, അതൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ സ്പോൺസർമാരുണ്ട്. ഞങ്ങൾ തന്നെ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ എത്രയോ സ്പോൺസർമാരുണ്ട്. ഗവർണറുടെ കൊച്ചി സാറ് അദ്ദേഹം റെഡിയാണ് ഇതുപോലെ സ്പോൺസർ ചെയ്യാനായിട്ട്. മന്ത്രി രാജേഷ് ഒന്ന് ചെയ്താൽ മതി. നിങ്ങളുടെ അധികാരം ഈ പഞ്ചായത്തുകൾക്ക് കൈമാറട്ടെ. ഓരോ പഞ്ചായത്തിലും കീഴിലുള്ള തെരുവ് നായ്ക്കളെ അവരുടെ ഉത്തരവാദിത്തത്തിൽ ഷെൽട്ടറാക്കാൻ പറയണം. അതാണല്ലോ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ള തീരുമാനം എടുക്കാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കുന്നില്ല? അതല്ല ഏറ്റവും അത്യാവശ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചൊരു തീരുമാനം എടുക്കണം. ഞാനൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ സർക്കാരിനോ. എന്തിനെന്ന് പറയാമോ? ഇവിടെ അതിദരിദ്രം ഇല്ലാത്ത ഒരു കേരളം ആകുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് തെരുവ് നായ വിമുക്ത കേരളം നമുക്ക് സാധ്യമാക്കണം. സുപ്രീം കോടതി വിധി എന്താണ്? സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ചയിൽ പോട്ടെ. നമ്മുടെ ചർച്ച പറയേണ്ടത് അതിലേക്കാണ്. അല്ലാതെ ഈ ഏഞ്ചൽ സാറൊക്കെ പറഞ്ഞവർ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ടിരിക്കുന്ന ആവശ്യമില്ല. ഇവിടെ ആ ഹബീറ സിസ്റ്റർ, ആ നിയാമോടെ, അതല്ലേ ഏറ്റവും അത്യാവശ്യം വേണ്ടത്. എന്തുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല? നമുക്കൊരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സർവകക്ഷി യോഗത്തിൽ തീരുമാനം എടുക്കണം. ഞങ്ങളൊക്കെ വിളിക്കാൻ ഞങ്ങൾ പറയുന്ന പോയിന്റ് ഉണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഡോഗ് പാർക്കുകൾ സൃഷ്ടിക്കാം. ഇവിടെ വേണ്ട വനപ്രദേശമുണ്ട്. ഗ്രാമങ്ങളിൽ ജനങ്ങൾ തിങ്ങി നടക്കുന്ന സ്ഥലത്ത് ഷെൽട്ടർ ഉണ്ടാക്കാൻ ആൾക്കാർ സമ്മതിക്കില്ല. അത് സമ്മതിച്ചു. നമുക്ക് ഡോഗ് പാർക്കുകൾ വനപ്രദേശങ്ങളിൽ സൃഷ്ടിക്കാമല്ലോ. അതിനു വേണ്ടിയുള്ള സൗകര്യം നമുക്ക് വേണ്ടത് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ജനങ്ങൾ തെരുവ് പട്ടിയുടെ കടി കൊണ്ട് പേ പിടിച്ച് മരിക്കണം. അതിന് പരിഹാരം ഉണ്ടാക്കണം. അല്ല മാവേലി സാറേ, സാമ്പിളായിട്ട് ഒരു ഡോഗ് പാർക്ക് ഉണ്ടാക്കി. നിങ്ങൾ വലിയ പണക്കാരൊക്കെ ഏഞ്ചൽ എല്ലാവരും വ്യക്തിപരമായി ആക്രമിക്കല്ലേ? എന്നെ പട്ടി പിടിച്ചിട്ടുണ്ടോ? അങ്ങനെ താങ്കൾ കുറച്ച് പട്ടി വിട്ടി പിടിച്ചോണ്ട് പോകുന്നത് പട്ടി വിട്ടി പിടിച്ചിട്ടോ? അത്ര സ്നേഹമാണെങ്കിൽ മനുഷ്യസ്നേഹമാണ്, പട്ടിസ്നേഹമാണ് വേണ്ടത്. തെരുവ് പട്ടികൾ സ്നേഹിക്കുന്ന ആൾക്കാരെ അവരൊക്കെ വിളിക്കാൻ പാടില്ല. നമുക്ക് വേണ്ടത് മനുഷ്യർക്ക് ജീവിതം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ തെരുവ് പട്ടികൾക്കല്ല. ഈ തെരുവ് പട്ടികൾക്ക് ബാധിക്കുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ പാടില്ല. ഇവിടെ ആ നിയാമോളുടെ അമ്മയുടെ ആ സങ്കടം കേൾക്കാൻ പാടില്ല അയാൾക്ക്. അയാളുടെ മകളെയാണ് സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ നമ്മുടെ ചർച്ചയുടെ ചൂടി പറഞ്ഞെങ്കിലേ മക്കളെയാണ് പട്ടി അടിക്കേണ്ടത്. നമ്മുടെ തെരുവ് പട്ടിയെ കൊണ്ട് ഇടേണ്ടി വരും. അതാണ് ഇനി വേണ്ടത്.
ഏതായാലും ബഹുമാനോട് മുഖ്യമന്ത്രിക്ക് സർവകക്ഷി യോഗം വിളിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് പരിഹാരം കാണണം. കണ്ടില്ലെങ്കിൽ ഞങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതിന് വേറെ സംഭവം. അതായത് ഇവിടെ പേവിഷബാധ കമ്പനികൾ അവർ സ്പോൺസർ ചെയ്യാണ് വക്കീൽമാരൊക്കെ. അവർക്ക് വേണ്ട ലാഭമല്ലേ? ആൾക്കാർക്ക് പേവിഷബാധ മരുന്ന് കുത്തിവെച്ചാൽ വേണ്ട പണം കിട്ടാണ്. അപ്പൊ ഇവിടെ തെരുവുനായ്ക്കള് ഇവിടെ വിലസണം. അതൊക്കെയാണ് വേണ്ടത്. നമുക്ക് വേണ്ടത് ഏതായാലും ഇപ്പൊ ഞാൻ പറയുന്ന പോയിന്റിലേക്ക് വരട്ടെ. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് നമുക്ക് ഇവിടെ നിയമങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് സർക്കാർ, നമ്മുടെ കേരള സർക്കാരിന് മാതൃകയാക്കാൻ പറ്റും. കേരളത്തിൽ ജനങ്ങളുടെ എല്ലാവരും അഭിപ്രായം ഇപ്പൊ നീലകണ്ഠൻ സാർ പറഞ്ഞവര് തന്നെ നിങ്ങൾ തുടങ്ങി വെക്കൂ. അല്ലാതെ രാജേഷ് മന്ത്രി പറയുന്നത് എന്താണ്, ഇതെങ്ങനെ സാധ്യമാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് യാതൊരു ഇച്ഛാശക്തിയില്ലാതെ പോയാൽ എന്ത് പറ്റും? എന്തായാലും ഇവരുടെ കണ്ണ് തുറപ്പിച്ചേ പറ്റൂ. കാരണം ഞങ്ങൾക്കിപ്പോൾ പവറായിട്ടുണ്ട്. സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്നത് 2 ആഴ്ചകളിൽ തീരുമാനം എടുക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ കേരള സർക്കാർ ഇതിന് അടിയന്തരമായിട്ട് തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങളൊരു വിമോചന സമരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. തെരുവുനായ വിമുക്ത കേരളം ഇവിടെ സാധ്യമാക്കും, ഒരു സംശയം വേണ്ട. കാരണം സുപ്രീം കോടതി വിധി നമുക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് തെരുവുനായ്ക്കളെ ഇവിടെ ഷെൽട്ടറാക്കാൻ മടി? അതുപോലെ തന്നെ തെരുവുനായ്ക്കളെ വനപ്രദേശം കൊണ്ടുപോയി ഡോഗ് പാർക്കുകളാക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് മടി? അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ പാടില്ലേ മുഖ്യമന്ത്രി?